ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ഇറങ്ങിയ ഒരു മികച്ച സർവൈവൽ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ്. ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ലോക സിനിമയിൽ തന്നെ ഇറങ്ങിയ എനിക്കിഷ്ടപ്പെട്ട 5 സർവൈവൽ ത്രില്ലേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ റിവേഴ്സ് ക്ലാപ്പിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ ചിത്രം 13 ലീവ്സ്. മഞ്ഞുമൽ ബോയ്സിനെ പോലെ തന്നെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് ഈ സിനിമയും ഇറങ്ങിയിരിക്കുന്നത്. ലോകമാകെ ഉറ്റുനോക്കിയ 2018 നടന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ചാണ് ഈ സിനിമ. തായ്ലൻഡ് ജൂനിയർ ഫുട്ബോൾ ടീമിലെ 12 പ്ലെയേഴ്സും അവരുടെ കോച്ചും താങ് ലുവാങ് കേവ് സന്ദർശിക്കാൻ പോവുകയും അപ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അകപ്പെടുകയും ചെയ്യുന്നു. തായ്ലാൻഡിൽ നിന്നുള്ള പല ഫോഴ്സുകൾ ശ്രമിച്ചിട്ടും അവർ ജീവനോടെ ഉണ്ടോ എന്നുപോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവസാനം ഈ സംഭവം അറിഞ്ഞ് UK നിന്നുള്ള 2 പ്രശസ്ത ഡൈവേഴ്സ് വരികയാണ്. കോളിൻ ഫാരൽ, വിഗോ മോർട്ടൻസൺ എന്നിവരാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇമ്പോസിബിളായ ഈ ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള സിനിമ. അവസാന രംഗങ്ങൾ എഡ്ജ് ഓഫ് ദ സീറ്റ് അനുഭവം തരുന്നതാണ്. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ഇറങ്ങിയ ദ റെസ്ക്യൂ എന്ന ഡോക്യുമെൻ്ററിയും കാണേണ്ടത് തന്നെയാണ്. ദ ഗ്രേ, ജോ കർണഹാൻ്റെ സംവിധാനത്തിൽ 2011 വന്ന സിനിമയാണ് ദ ഗ്രേ. ടേക്കൺ ഫിലിം സീരീസിലൂടെ പ്രശസ്തനായ ലിയാം നീസനാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അലാസ്കയിലെ ഒരു ഓയിൽ റിഗിലെ തൊഴിലാളികളുമായി പോകുന്ന വിമാനം വലിയ ഒരു സ്റ്റോമിൽപ്പെട്ട് അലാസ്കൻ മഞ്ഞുമലയിൽ ക്രാഷ് ആവുകയാണ്. ആ ക്രാഷിൽ 6 ഓയിൽ വർക്കേഴ്സും ലിയാം നീസൻ അവതരിപ്പിക്കുന്ന ഹൺസ്മാനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. തുടർന്ന് അവർക്ക് സർവൈവലിനായി പോരാടേണ്ടി വരുന്നത് ചെന്നായ കൂട്ടങ്ങളോടാണ്. ശരിക്കും ഒരു മാൻ വേഴ്സസ് വൈൽഡ് എന്ന തീമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. തുടർന്നങ്ങോട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള മൊമെൻറ്റ് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയുക. ലിയാം നീസന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ കാണാനാകും. 127 ഹവേഴ്സ്. ആരോൺ റാൻസ്റ്റോൺ എന്ന മൗണ്ടൻ ക്ലൈംബറുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഡാനി ബോയിൽ ഡയറക്റ്റ് ചെയ്ത് ജെയിംസ് ഫ്രാങ്കോ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയാണ് 127 ഹവേഴ്സ്. അമേരിക്കയിലെ യൂട്ട എന്ന സ്ഥലത്തെ ഒറ്റപ്പെട്ട മലയിടുക്കിൽ മൗണ്ടൻ ക്ലൈംബിങ്ങിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഒരു വലിയ കല്ലിൻ്റെ ഇടയിൽ ആരോണിൻ്റെ കൈ അകപ്പെടുകയാണ്. ആരും രക്ഷിക്കാൻ വരാൻ സാധ്യതയില്ലാത്ത ആ മലയിടുക്കിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷപ്പെടുന്നു എന്നതാണ് സിനിമ. ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ വളരെ തുച്ഛമായിരിക്കുമ്പോഴും മനഃശക്തി ഒന്നുകൊണ്ട് മാത്രം എങ്ങനെ എന്തിനേയും കീഴടക്കാം എന്ന് കാണിച്ചു തരികയാണ് ഈ സിനിമ. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ സർവൈവൽ ത്രില്ലറാണ് ഈ സിനിമ. നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സൊസൈറ്റി ഓഫ് ദ സ്നോ. 1972 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി കഴിഞ്ഞ വർഷം, അതായത് 2023 പുറത്തു വന്ന സിനിമയാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ. ഉറുഗ്വൻ റഗ്ബി ടീമുമായി ചിലിയിലേക്ക് പോവുകയായിരുന്ന ഉറുഗ്വൻ എയർഫോഴ്സ് വിമാനം അനുകൂലമല്ലാത്ത കാലാവസ്ഥ കാരണം ആൻഡസ് മലനിരകളിൽ ക്രാഷ് ആവുകയാണ്. 40 പേർ ഉണ്ടായിരുന്ന വിമാനത്തിൽ 16 പേർ മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും രൂക്ഷമായ ശൈത്യമായിരുന്നു അവിടെ. ലഗേജിൽ ഉണ്ടായിരുന്ന ഫുഡ് എടുത്ത് കുറച്ച് ദിവസം കഴിച്ചുകൂട്ടി. പിന്നീട് പട്ടിണി കിടക്കും എന്ന അവസ്ഥ വന്നപ്പോൾ മരിച്ചവരുടെ ശരീരം ഭക്ഷിക്കുക എന്ന മാർഗം മാത്രമേ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് അവിടെ നിന്ന് അവർ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് സിനിമ. ഈ വർഷത്തെ ഓസ്കാറിൽ മികച്ച അന്താരാഷ്ട്ര സിനിമയ്ക്കുള്ള അവസാന ലിസ്റ്റിലും ഈ സിനിമ ഇടം പിടിച്ചിട്ടുണ്ട്. ദ ഫൈനസ്റ്റ് ഹവേഴ്സ്. ക്രെയ്ഗ് ഗില്ലസ്പിയുടെ സംവിധാനത്തിൽ 2016 പുറത്തു വന്ന സിനിമയാണ് ദ ഫൈനസ്റ്റ് ഹവേഴ്സ്. 1952 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സിനിമ. അതിശക്തമായ കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ട് 2 ഓയിൽ ടാങ്കേഴ്സ് തകരുകയും ഏത് നിമിഷവും മുങ്ങാം എന്ന അവസ്ഥയിലുമാണ് കോസ്റ്റ് ഗാർഡിന് അവരിൽ നിന്നും സിഗ്നൽ കിട്ടുന്നത്. തുടർന്ന് ഒരു ചെറിയ ബോട്ടിൽ അവരെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്. വെറും 12 പേർക്ക് മാത്രം കയറാവുന്ന ബോട്ട് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. എന്നാൽ സർവൈവേഴ്സോ 36 പേർ. ഈ കൊടുങ്കാറ്റിനിടയിലും ആത്മഹത്യാപരമായ ഈ മിഷനിലേക്ക് കോസ്റ്റ് ഗാർഡ് ഇറങ്ങുകയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിറഞ്ഞ ഈ സിനിമ ബാക്കി നിങ്ങൾ കണ്ടു തന്നെ അനുഭവിക്കുക. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് അനുഭവം തീർച്ചയായും ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കും. ലോക സിനിമയിൽ ഇനി എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിലല്ലാതെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും നിങ്ങൾക്കിഷ്ടപ്പെട്ട ലോക സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടാതെ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം.